കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വാളാടി യൂണിറ്റ് വാർഷിക പൊതുയോഗം വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡ് എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വാളാടി യൂണിറ്റ് വാർഷിക പൊതുയോഗം വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സ്റ്റെലിൻ കല്ലറയ്ക്കൽ അധ്യക്ഷൻ ആയിരുന്നു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി അഫ്സൽ ഇസ്മായിൽ സ്വാഗതം ആശംസിച്ച വാർഷിക പൊതുയോഗം ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അവരിൽ നിന്ന് താൽക്കാലിക സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് സംഘടന ഉണ്ടായിരുന്നു. അത് തൃശ്ശൂർ സംഘടന രൂപം നൽകിയത് കാരണം പുതിയ ആളുകൾക്ക് ഇതിനകത്തുള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല വ്യാപാര വ്യവസായ സംഘടന. 1980 കാലഘട്ടത്തിൽ തൃശ്ശൂർ അരിയങ്ങാടിയിൽ 52 ദിവസങ്ങളിൽ കടകൾ അടച്ചിടേണ്ടി വന്നു. ചുമട്ടുകാരൻ അന്നത്തെ MLA സീറ്റ് MLA നേതൃത്വത്തില് അവര് നടത്തിയ സമരം 52 ദിവസങ്ങളാണ് സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്നത്. ഈ 52 ദിവസങ്ങൾ സ്ഥാപനങ്ങൾ അടച്ചിട്ടപ്പോ പല കടകളുടെയും ശർക്കരകളൊക്കെ ഒലിച്ച് ശക്തികളൊക്കെ നശിച്ചു. തുടർന്ന് യൂണിറ്റ് ട്രഷറർ പി മഹേന്ദ്രൻ വാർഷിക വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. 2024-25 കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് മെമ്പർ സിറാജ് അവതരിപ്പിച്ചു. തുടർന്ന് യൂണിറ്റിലെ അംഗങ്ങൾക്കായി യൂണിറ്റ് പ്രസിഡന്റ് സ്റ്റെലിൻ കല്ലറയ്ക്കൽ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേക ക്ലാസ് നയിച്ചു. പരിപാടിയിൽ പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ മുഖ്യ പ്രഭാഷണം നടത്തി. ഇതോടൊപ്പം യൂണിറ്റിലെ അംഗങ്ങളായിട്ടുള്ള വ്യാപാരികളുടെ SSLC, +2 ബിരുദം, ബിരുദാനന്തര ബിരുദം തുടങ്ങിയ പരീക്ഷയിൽ വിജയം നേടിയ കുട്ടികളെ മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. ഇതോടൊപ്പം യൂണിറ്റിന്റെ കീഴിൽ വനിതാ വിങ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ നിയോജക മണ്ഡലം നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോൺസൺ വാർഷിക പൊതുയോഗത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു. വാർഷിക പൊതുയോഗത്തിൽ യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.